നമസ്കാരം. കൊല്ലം സുധിയുടെ കുടുംബത്തിലെ ആഭ്യന്തര കലഹങ്ങളും സൈബർ ആക്രമണങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ്. സുധിയുടെ മകൻ കിച്ചു സുധി താൻ നേരിട്ട അവഗണനകളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സ്വന്തം യൂട്യൂബ് ചാനൽ നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ മനം നൊന്ത് സുധിയുടെ ഭാര്യ രേണു സുധി പൊട്ടിക്കരഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു. കൊല്ലം സുധിയുടെ മകൻ കിച്ചു സുധി കുടുംബത്തിൽ താൻ അനുഭവിച്ച അവഗണനകളെക്കുറിച്ച് വെളിപ്പെടുത്തിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ സൈബർ ആക്രമണമാണ് രേണു സുധി നേരിടുന്നത്. ഇതിൽ മനം നൊന്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് രേണു പുതിയ വീഡിയോയുമായി രംഗത്തെത്തിയത്. താൻ നിലവിൽ ആത്മഹത്യയുടെ വക്കിലാണെന്നും അത്രമാത്രം ക്രൂരമായ കമന്റുകളാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും തനിക്കെതിരെ വരുന്നതെന്നും രേണു വികാരാധീനയായി പറയുന്നു. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുറക്കാൻ പോലും ഭയക്കുന്ന അവസ്ഥയാണെന്നും അവർ വെളിപ്പെടുത്തി. പലർക്കും താനൊരു കണ്ടന്റ് മാത്രമാണെന്നും തന്റെ സങ്കടങ്ങൾ വിറ്റ് പലരും പണം ഉണ്ടാക്കുന്നുവെന്നും രേണു ആരോപിക്കുന്നു. എല്ലാവർക്കും രേണു സുധി ഒരു കണ്ടന്റ് മാത്രമാണ്. ഇതിലൂടെ പലർക്കും മാസം തോറും വലിയ തുകകൾ വരുമാനമായി ലഭിക്കുന്നുണ്ടാകാം. പക്ഷേ ഇത്തരം സൈബർ ആക്രമണങ്ങൾ എന്നെ വല്ലാതെ ബാധിക്കുന്നുണ്ടെന്നും രേണു വീഡിയോയിൽ പറഞ്ഞു. താൻ എന്ത് ചെയ്താലും അത് മോശമായി ചിത്രീകരിക്കാനാണ് പലരും ശ്രമിക്കുന്നതെന്നും എന്തോ വലിയ അപരാധം ചെയ്ത രീതിയിലാണ് ആളുകളുടെ പ്രതികരണമെന്നും അവർ കൂട്ടിച്ചേർത്തു. തന്റെ കരച്ചിൽ പോലും പലർക്കും പരിഹാസ വിഷയമാണെന്നും രേണു തിരിച്ചറിയുന്നുണ്ട്. വീഡിയോയിൽ കരയുമ്പോൾ പോലും ഇത് കള്ളക്കരച്ചിലാണെന്ന് ആളുകൾ പറയുമെന്ന ബോധ്യം തനിക്കുണ്ടെന്നും രേണു പറയുന്നു. സോഷ്യൽ മീഡിയയിലെ മോശം കമന്റുകൾ കാരണം കമന്റ് ബോക്സ് തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ജീവിതത്തിൽ നേരിടുന്ന കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾക്കിടയിലും ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് താൻ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നതെന്നും രേണു സുധി വ്യക്തമാക്കി. അച്ഛന്റെ വിയോഗത്തിന് പിന്നാലെ തന്റെ ജീവിതത്തിലുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങളെക്കുറിച്ചും വീട്ടിൽ നേരിട്ട കടുത്ത അവഗണനയെക്കുറിച്ചുമാണ് കിച്ചു സുധി തന്റെ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയത്. കിച്ചു സുധി നടത്തിയ വെളിപ്പെടുത്തലുകൾ മലയാളികൾക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. 1.5 വയസ്സുള്ളപ്പോൾ സ്വന്തം അമ്മ ഉപേക്ഷിച്ചു പോയത് മുതൽ കിച്ചുവിന്റെ ജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. അച്ഛൻ കൊല്ലം സുധി പിന്നീട് വീണ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചെങ്കിലും ആ ബന്ധം അധികകാലം നീണ്ടുനിന്നില്ല. ആ ദാമ്പത്യം തകർന്ന ശേഷമാണ് രേണു സുധി അച്ഛന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. ആദ്യമൊക്കെ നല്ല രീതിയിലായിരുന്നു പെരുമാറ്റമെങ്കിലും പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞുവെന്ന് കിച്ചു ഓർത്തെടുക്കുന്നു. വീട്ടിൽ താൻ അനുഭവിച്ച ഒറ്റപ്പെടൽ വളരെ വലുതായിരുന്നുവെന്ന് കിച്ചു പറയുന്നു. രേണുവിന്റെ വീട്ടുകാരുടെ എല്ലാ ചെലവുകളും നോക്കിയിരുന്നത് തന്റെ അച്ഛനായിരുന്നു. എന്നാൽ അച്ഛനൊഴികെ വീട്ടിലെ മറ്റാരും തന്നോട് മിണ്ടാനോ വിശേഷങ്ങൾ ചോദിക്കാനോ തയ്യാറായിരുന്നില്ല. ഒരു മുറിക്കുള്ളിൽ കമ്പ്യൂട്ടറിന് മുന്നിൽ മാത്രം ഒതുങ്ങിപ്പോയ തന്റെ ജീവിതം ആരും ശ്രദ്ധിച്ചില്ലെന്നും സ്വന്തം വീട്ടിൽ തന്നെ ഒരു അന്യനായി കഴിയേണ്ടി വന്നുവെന്നും കിച്ചു വെളിപ്പെടുത്തി. അച്ഛന്റെ സ്നേഹം മാത്രമായിരുന്നു ആ വീടുമായി തന്നെ അടുപ്പിച്ച് നിർത്തിയിരുന്ന ഏക ഘടകം. അച്ഛനോടുള്ള തന്റെ അടുപ്പം പോലും പലപ്പോഴും വീട്ടിൽ അസ്വാരസ്യങ്ങൾക്ക് കാരണമായി. ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ അച്ഛനോടൊപ്പം പോകുന്നത് രേണുവിന് ഇഷ്ടമായിരുന്നില്ലെന്നും കിച്ചു ആരോപിക്കുന്നുണ്ട്. അച്ഛനോട് സംസാരിക്കാനും സമയം ചെലവഴിക്കാനും താൻ കണ്ടെത്തിയിരുന്ന ഇത്തരം അവസരങ്ങൾ പോലും പലപ്പോഴും തടസ്സപ്പെട്ടു. വീട്ടിൽ ആരുടെയും പിന്തുണയില്ലാതെ മാനസികമായി തളർന്ന നിമിഷങ്ങളിൽ അച്ഛനായിരുന്നു ഏക ആശ്വാസം. എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ അച്ഛന്റെ അപകട വാർത്ത തന്റെ ലോകം തന്നെ ഇല്ലാതാക്കിയെന്നും ആ നിമിഷം ശരീരം തണുത്തുപോയ പോലെയായിരുന്നു തന്റെ വൈകാരിക അവസ്ഥയെന്നും കിച്ചു പറയുന്നു. അച്ഛന്റെ മരണശേഷം ജീവിതം പൂർണ്ണമായും വഴിപൊട്ടിപ്പോയ സാഹചര്യത്തിൽ തന്നെ ചേർത്ത് പിടിച്ചത് കൊല്ലത്തെ സുഹൃത്തുക്കളാണെന്നും കിച്ചു നന്ദിയോടെ സ്മരിക്കുന്നു. റബ്ബർ തോട്ടത്തിൽ ജോലി ചെയ്ത് ഉപജീവനമാർഗം കണ്ടെത്തുന്ന അവസ്ഥയിലേക്ക് താൻ മാറിയിരുന്നു. ആ സമയത്താണ് വലിയമ്മയുടെ നിർദ്ദേശപ്രകാരം കൊല്ലത്തേക്ക് വരുന്നത്. മഞ്ഞുമൽ ബോയ്സിലേത് പോലൊരു കൈ തന്ന് എന്നെ പൊക്കിയെടുത്തത് എന്റെ കൂട്ടുകാരാണെന്നും കിച്ചു പറയുന്നുണ്ട്. കിച്ചുവിന് നേരിട്ട അവഗണനയെക്കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ രേണു സുധിക്കെതിരെ വലിയ പ്രശ്നമായി ഉയരുന്നത്.